മഹാഗുരു ശരണം. ഇന്നിപ്പോൾ 2025 ജൂൺ മാസം 2-ാം തീയതി ഇവിടെ തിരുവണ്ണാമലയിൽ ദർശനത്തിന് വേണ്ടി 50 രൂപ ദർശനത്തിന് ക്യൂവിലിരുന്നിട്ടാണ് ഞാൻ ഈ വോയിസ് ചെയ്യുന്നത്. ആ സമയത്ത് കുറേ പേരുടെ മെസ്സേജുകൾ കേട്ടു. ഇപ്പോൾ 12 മണി തൊട്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് എല്ലാവർക്കും വേണ്ടി ഈ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. വീഡിയോ ഇട്ട് കുറേശ്ശെയായിട്ട് മുന്നിലോട്ട് നീങ്ങുന്നുണ്ട്. ഞാനും അതനുസരിച്ച് മുന്നിലോട്ട് നീങ്ങാം കേട്ടോ. അപ്പോൾ ഈ തിരുവണ്ണാമല ഇരുന്നുകൊണ്ട് ഈ വീഡിയോ എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ഞാൻ നമസ്കാരം പറയുകയാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ദീർഘായുസ്, പൂർണ്ണാരോഗ്യം, സുസംഗാനം, സൗഭാഗ്യം, ധനധാന്യ സമൃദ്ധി, സർവകാര്യസിദ്ധി, സർവൈശ്വര്യം, സർവമനോകാമനാഭീഷ്ടം നടക്കാനായിട്ട്, അതുപോലെ കുട്ടികൾക്ക് മാനസികവും ശാരീരികവും ഭൗതികവുമായിട്ട് നല്ല ആരോഗ്യാവസ്ഥയിലും അവർ നന്നായിട്ട് പഠിക്കാനും, അതുപോലെ തന്നെ ഓരോരുത്തരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. സ്വന്തമായിട്ടും വീട്ടിൽ ഉള്ളവർക്കും അടുത്ത ബന്ധുക്കൾക്കുള്ള ആരോഗ്യ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മനസ്സിലുണ്ട്. അതൊക്കെ വെച്ച് ഇവിടെ സങ്കല്പം ചെയ്യുന്നു. അതുപോലെ തന്നെ പലരുടെയും സാമ്പത്തിക കാര്യങ്ങൾ, അതുപോലെ ചിലർക്കല്ല പല ആൾക്കാർക്കും സ്വന്തമായിട്ട് നല്ലൊരു ജോലി കിട്ടണം. ചിലർക്ക് വിവാഹം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വധൂവരന്മാരെ, അവർ മനസ്സിന് ഇഷ്ടപ്പെട്ട വധൂവരന്മാരെ കിട്ടാൻ എല്ലാമായിട്ട് ഇവിടെ സങ്കല്പം ചെയ്യുന്നു. അതുപോലെ ചിലർക്ക് സന്താന സൗഭാഗ്യം. അപ്പോൾ സന്താന സൗഭാഗ്യം ആകേണ്ടവർക്കെല്ലാം ഉണ്ണാമലയമ്മ എന്ന് പറഞ്ഞ ആ ക്ഷേത്രത്തിൽ പോയിരുന്നു ഞങ്ങൾ രാവിലെ. ഗുഹ നമശിവായ ജീവസമാധി അവിടെ പോയി അവിടെ കുറച്ച് മെഡിറ്റേഷൻ ചെയ്ത് പിന്നെ ഈ ഉണ്ണാമലയമ്മൻ എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട് മുലപ്പാൽ തീർത്ഥത്തിൻ്റെ അടുത്ത്. അപ്പോൾ അവിടെ വെച്ച് ഈ സന്താനങ്ങളുടെ കാര്യത്തിന് പറഞ്ഞവരുടെ കാര്യം എല്ലാം അവിടെ സങ്കല്പം ചെയ്തു. അവിടെ വെച്ച് വേണമെങ്കിൽ വീഡിയോ എടുക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം പറയുന്നത് വീഡിയോ എടുക്കാൻ പെർമിഷൻ തന്നു. പക്ഷേ അദ്ദേഹം മിസ്റ്റർ ശേഖർ എന്ന് പറഞ്ഞ ആളാണ് അത് നോക്കുന്നത്, യാദവ കുലത്തിലുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതിൽ കുറേ ആൾക്കാർ പോസിറ്റീവ് അല്ലാത്ത കാര്യങ്ങളൊക്കെ ഇടുന്നു എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ വെച്ച് വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചു. അവിടെ കുറേ 3/4 മണിക്കൂറോളം ഞങ്ങൾ ചിലവാക്കി. വളരെ എനർജറ്റിക്കായ ഒരു സ്ഥലം. അപ്പോൾ ഇവിടെ തിരുവണ്ണാമല ക്ഷേത്രത്തിൻ്റെ അകത്താണുള്ളത് ദർശനത്തിന് എന്ന് പറഞ്ഞാൽ ഗോപുരത്തിനുള്ളിൽ. അപ്പോൾ ഇവിടെ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത, ആത്മാക്കളുടെ പ്രസൻസ് ഭയങ്കരമാണ് ഇവിടെ. സോൾസിൻ്റെ പ്രസൻസ് അത് പോസിറ്റീവായിട്ട് ഈ അഗ്നിസ്ഫുടമാണല്ലോ നമ്മുടെ ചെയ്യുന്ന ശരീരം. ഇവിടുത്തെ അഗ്നിലിംഗമാണ്. അതുമല്ല രുദ്രനെ സങ്കല്പിച്ചാണ് നമ്മുടെ ശവശരീരങ്ങൾ ദഹിപ്പിക്കുന്നത്. രുദ്രസൂക്തമാണ് ആ സമയത്ത് സാധാരണ ചൊല്ലാറ്. അങ്ങനെയുള്ള ശിവൻ അഗ്നി ലിംഗത്തിലുള്ള ക്ഷേത്രമാണ് ഇത് തിരുവണ്ണാമല അരുണാചലേശ്വർ. അതുകൂടാണ്ട് ഈ തിരുവണ്ണാമല എന്ന് പറയുന്നത് കോടി ശിവലിംഗങ്ങളുള്ള സ്ഥലമാണെന്നാണ് പറയുന്നത്. ഇന്ന് അവിടുത്തെ ആ ശേഖരസ്വാമി പറഞ്ഞു. അപ്പം അതിൻ്റേതായ 35 കിലോമീറ്റർ റേഡിയസിൽ ഇതിൻ്റെ ആ സാന്നിധ്യം ശക്തി അനുഭവപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പോൾ 10 കിലോമീറ്റർ ദൂരെ നിന്നിട്ട് തേങ്ങയുടെ എനർജിയൊക്കെ നോക്കിയതൊന്നുമല്ല. 35 കിലോമീറ്റർ ദൂരെ വരെ ഇതിൻ്റെ ആ മലയുടെ എനർജി റേഡിയസ് ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു. കാര്യം 35 കിലോമീറ്ററിനുള്ളിൽ ആരും ചെരുപ്പിട്ട് വരികയില്ലായിരുന്നു. ഏതോ ഒരു സിദ്ധ യോഗി, ഏതോ ഒരു അമ്മയുടെ പേര് പറഞ്ഞ് അവർ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ 35 കിലോമീറ്റർ ദൂരെ വന്ന് നോക്കിയപ്പോൾ പിന്നെ ശിവലിംഗങ്ങൾ കണ്ടിട്ട് അവർ കൈകുത്തിയാണ് തിരുവണ്ണാമലയിലേക്ക് വന്നതെന്നൊരു ഐതിഹ്യമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ആ ക്ഷേത്രത്തിലെ ഇപ്പോൾ 11ാമത്തെ തലമുറയിലെ ആളാണ്. അതുകൂടി അറിയിക്കുന്നു. ഇതൊക്കെ ഇവിടെ നിന്ന് അറിയിക്കാൻ പറ്റി. നിങ്ങളൊക്കെ ഈ വീഡിയോ കാണുന്നവർ സങ്കല്പം ചെയ്യുക കേട്ടോ. ഇത് വീഡിയോയിൽ താഴെ എന്തെങ്കിലും കമൻ്റ് ഇടുക. ഇവിടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ വരെ നമുക്ക് നോക്കാം. വീഡിയോ എടുക്കാൻ പാടില്ല, മൊബൈൽ നോക്കാം. അപ്പോൾ അത് ഞാൻ തീർച്ചയായിട്ടും ഓരോരുത്തരുടെയും സങ്കല്പം ഇവിടെ വെച്ച് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും, ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ഈ പരമേശ്വരൻ്റെ പരമേശ്വരും പരാശക്തിയും ഒന്നിച്ച് വാണരുളുന്നതാണ് തിരുവണ്ണാമല. ജ്യോതിരൂപമാണ് പരാശക്തിയുടെ രൂപം. അപ്പോൾ ഇവിടെ സ്വയംഭൂവായിട്ടുള്ള പരമേശ്വരൻ ജ്യോതിർലിംഗമായിട്ടാണ് സാന്നിധ്യം അരുളുന്നത്. അപ്പോൾ അതിൻ്റേതായ പ്രാധാന്യം ഇവിടെയുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസം.